ഞാനൊരു 10ാം ക്ലാസ് വരെയൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതെനിക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആരെങ്കിലും എൻ്റെ അടുത്ത് അതെന്നെ കൊണ്ട് കഴിയൂല എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊരു വാശിയായിരിക്കും അതൊന്ന് ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ ആ സമയത്ത് പഠിച്ചതായിരുന്നു കേട്ടോ സ്റ്റിച്ചിങ്. പക്ഷെ പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയും പോയി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ സമയത്ത് എനിക്കൊരു മെഷീൻ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ട് ഉമ്മാൻ്റെ പഴയ മാക്സിയൊക്കെ എടുത്ത് എൻ്റെ ചുരിദാറിൻ്റെ ടോപ്പൊക്കെ വെച്ച് അങ്ങനെ അടിച്ച് പഠിച്ചതായിരുന്നു. കാരണം വെട്ടുമ്പോഴും അത് അടിക്കുമ്പോൾ തിരിഞ്ഞു പോക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഡ്രസ്സ് ഞാൻ അങ്ങനെ കൊളാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എനിക്കതൊരു വാശി ഉണ്ടായിരുന്നു, അത് പഠിക്കണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാനൊരു ഫാഷൻ ഡിസൈനിങ്ങിന് കോഴ്സിന് പോയിട്ടുണ്ടായിരുന്നേ. അതും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടൊന്നുമില്ല. കുറച്ച് ദിവസം പോവും, പിന്നെ അതിൻ്റെ ഇടയിൽ ക്ലാസ്സും എല്ലാം കൂടെ ആയിട്ട് അതങ്ങനെ അങ്ങ് പോയിട്ടാ. പക്ഷേ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ A to Z കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴും അളവെടുത്തിട്ട് വെട്ടാനൊന്നും അറിയില്ല കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ വീട്ടിലും ഒരു തയ്യൽ മെഷീൻ നിർബന്ധമാണ് കേട്ടോ. പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് സ്വന്തമായിട്ട് തയ്ച്ച് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഒരു സ്ക്രഞ്ചിയാണ്. ഞാൻ എൻ്റെ ഏത് ഡ്രസ്സിലേക്ക് എനിക്ക് ഓൾറെഡി ഒരു സ്ക്രഞ്ചി മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് തന്നെ ഉണ്ടാക്കാമല്ലോ എന്ന്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.